നമുക്കൊരു ബീഫ് കറി വയ്ക്കാമേ. ആദ്യം കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത്. കുക്കർ ചൂടാക്കി എണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് വറക്കാം. ഇത് ബീഫിനകത്ത് നെയ്യ്, അതിനകത്തുനിന്ന് കുറേ നെയ്യ് ഇളകാനായിട്ട്. അതിപ്പോൾ അത് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നത് ഇട്ടത് ഇങ്ങനെ. എണ്ണ ചൂടായി നമുക്ക് തേങ്ങക്കൊത്തിടാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പ് ഇട്ടിട്ട് ഇറക്കാം. തേങ്ങ എല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനകത്ത് സവാളയുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതാണ്. അതങ്ങോട്ട് കൊടുത്ത് മൂപ്പിക്കാം, വഴിച്ചെടുക്കാം. ഇതിനകത്ത് തേങ്ങ മൂപ്പിക്കാൻ ഓൾറെഡി ഉപ്പിട്ടത് കാരണം ഞാൻ ഇതിനകത്ത് ഉപ്പിടുന്നില്ല. ഉപ്പിനകത്ത് കിടന്നിട്ട് വഴണ്ട് വരയ്ക്കാം. നമുക്ക് കരിയാപ്പല, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇടാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇഞ്ചി, കരിയാപ്പല, വെളുത്തുള്ളി ശകലം കൂടുതലിടണം. ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്, അസിഡിറ്റി ഉണ്ടെങ്കിൽ പോകാനായിട്ട് വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതലിടാം. ഇത് വഴന്ന് വരട്ടെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2-3 പച്ചമുളക് അരിഞ്ഞതും ഒരു തക്കാളിക്ക്, ചെറിയൊരു തക്കാളിക്ക് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. ഇതിവിടെ കിടന്നിച്ച് നേരം മൂത്ത് ഏകദേശം മൂത്ത് വന്നു. നമുക്കിനി ഇതിനകത്തോട്ട് മസാലകളിടാം. ഒരു 4 സ്പൂൺ മുളക് പൊടി, 5 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി എപ്പോഴും കൂട്ടിൽ വെക്കണം ബീഫ് കറി വെക്കുമ്പോൾ. 2 മുളക് പൊടി ചെറിയ തീ കിടന്ന് വേവട്ടെ. മൂക്കട്ടെ മുളക് പൊടി. മുളക് പൊടി ഒരുമാതിരി മൂത്തിന് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കും. ഇച്ചിരി പെരിഞ്ചീരകം കൂടുതലിടും ഞാൻ ബീഫ് കറിക്ക്. ഇച്ചിരി പെരിഞ്ചീരകം എക്സ്ട്രാ ഇട്ട് പെരിഞ്ചീരകം പൊടിച്ച്. കുരുമുളക് പൊടി, ഉപ്പിടാം. ഇനി അത് വഴറ്റിയിട്ട് ബീഫ് ഇട്ട് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് നമുക്ക് വഴറ്റാം. ഇത് വഴറ്റിയെടുക്കണം, വെള്ളമൊന്നും ഒഴിക്കാതെ 5 മിനിറ്റ് ഇറച്ചി മുളക് പൊടി എല്ലാം മിക്സ് ആവാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം വഴന്ന് ഇതിനകത്ത് തന്നെ ഇട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചിട്ട് പിന്നെ ഒരു 1/4 മണിക്കൂർ നേരം സിമ്മിലിട്ട് വേവിക്കണം. ആദ്യത്തെ ഒരു വിസിൽ ഫുൾ സിമ്മിലും, പിന്നെ ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ് സിമ്മിലിടും. അപ്പോൾ ഇതെന്തോളൂ കറക്റ്റ് വേവായിട്ട് നമുക്ക്. ശരി എന്നാൽ ഒരു വിസിലടിച്ച് തീ സിമ്മിലിട്ടിട്ട് നമുക്കൊരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തുറക്കാം. നമുക്കിനി ഇറച്ചിക്ക് കടുക് വറുക്കാം. കടുകിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി മൂത്ത് കരിയാപ്പലയും കൂടി ഇടാം ഇച്ചിരി. ഇത് കടുക് വറുത്ത് കഴിഞ്ഞ് അങ്ങോട്ടെടുത്ത് ഇടാം. അടിപൊളി ബീഫ് കറി റെഡി. ബൈ.